മലപ്പുറത്ത് ഒരു സ്ത്രീ മരിച്ചു. അവർ ഗർഭിണിയായിരുന്നു. വീട്ടിൽ വെച്ച് പ്രസവം എടുക്കാൻ നോക്കിയതാണ്. ഭർത്താവിനൊരു യൂട്യൂബ് ചാനലുണ്ട്. കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിച്ച് പുള്ളി ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും പുള്ളിയുടെ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് അവർ വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ നോക്കി. പ്രസവശേഷം അമിത രക്തസ്രാവം ഉണ്ടാവുകയും ആ സ്ത്രീ മരിക്കുകയാണ് ചെയ്തത്. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇത്രമാത്രമാണ് മലപ്പുറം ചെട്ടിപ്പറമ്പിലെ ഒരു കൊലപാതകവും, ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക, ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ, ഇത്രയേ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളൂ എങ്കിൽ, ഇതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എങ്കിൽ, അടുത്തൊരു 6 മാസത്തിനുള്ളിൽ സിമിലർ ആയിട്ടുള്ളൊരു വാർത്ത നിങ്ങൾ കേൾക്കും. വീട്ടിൽ വെച്ച് പ്രസവം എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു അമ്മ മരിച്ചു, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും മരിച്ചു എന്ന്. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ അടുത്തത് നിങ്ങൾ വീണ്ടും കേൾക്കും. ആ രീതിയിൽ കേരളത്തിൽ പാരലലായി അപകടകരമാം വിധം ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 2-3 മണിക്കൂർ കൊണ്ട് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങൾ, ഞാൻ അതിനെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് തന്നെയാണ് വിളിക്കുക. ആ 2-3 മണിക്കൂറത്തെ ജസ്റ്റ് ഗൂഗിൾ സെർച്ചിൽ എനിക്ക് കിട്ടിയ കാര്യം പോലും നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അതിനെതിരെ നടപടിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, എത്രയോ ഉദ്യോഗസ്ഥർ, ഞാൻ ഈ പറഞ്ഞ ഞെട്ടിക്കുന്ന വിവരങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ള ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, അവരെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായൊരു പഠനവും അതിനനുസരിച്ചുള്ള നടപടികളും നമ്മുടെ ആരോഗ്യ വകുപ്പിന് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇങ്ങനൊരു വകുപ്പ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് പോലും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആശാവർക്കർമാർ പോലും എന്ന് വെച്ചാൽ, ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ ഗർഭസമയത്ത്, പ്രസവ സമയത്ത്, പ്രസവാനന്തര ശുശ്രൂഷ, കുഞ്ഞിന് ലഭിക്കേണ്ട ശുശ്രൂഷ, അവർക്ക് കിട്ടേണ്ട പോഷകാഹാരങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിച്ചു കൊടുക്കുക, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക, അവർക്ക് വേണ്ടുന്ന വാക്സിനേഷൻ കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, മനസ്സിലാക്കിച്ചു കൊടുക്കുക, ഇതൊക്കെ ചെയ്യേണ്ടുന്ന ആശാവർക്കർമാർ പോലും അറിഞ്ഞില്ല ആ സ്ത്രീ ഗർഭിണിയാണ് എന്നുള്ളത്. തൊട്ട് മുൻപും പ്രസവങ്ങൾ വീട്ടിലെടുത്തിട്ടുണ്ട്, അന്ന് കുഴപ്പങ്ങൾ ഉണ്ടായില്ല, ഇന്നും കുഴപ്പമുണ്ടാവില്ല എന്നവർ വിചാരിച്ചു. ആ വിചാരത്തിൻ്റെ അടുത്ത എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവൻ ഇല്ലാതായി എന്നുള്ളതാണ്. 5 കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാതായി എന്നുള്ളതാണ്. അമ്മ അവരെ ഉപേക്ഷിച്ച് പോയതല്ല, 100% അപക്വമായ, വിവരമില്ലായ്മയുടെ ഭാഗമായ, ടോട്ടൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായി സംഭവിച്ച ഒരു അപകടമാണത്. മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, മരിച്ചവർക്ക് അതിനുശേഷം സംസാരിക്കാൻ പറ്റും, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആളാണ് അറസ്റ്റിലായിരിക്കുന്നത്. അയാളുടെ ഭാര്യ അസ്മയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ അനാഥരാക്കിക്കൊണ്ട് യാത്രയായത്. ആ കുഞ്ഞുങ്ങളിനി എങ്ങനെയാണ് വളരാൻ പോകുന്നത്? അവരുടെ ആ അച്ഛൻ്റെ കൂടെയോ, അതോ ഇല്ലാതായ അമ്മയുടെ ആത്മാവിൻ്റെ കൂടെയോ? ഏത് ദൈവത്തിൻ്റെ പേരിട്ടാണ് അവരെല്ലാവരും ആരെങ്കിലുമൊക്കെ നോക്കിക്കോളൂ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത്? വീട്ടിൽ പ്രസവം എടുക്കുക എന്നുള്ളത്, വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളത്, അതൊരു വലിയ കാര്യമായി അവരെ ധീര വനിതകളായി ആദരിക്കുന്ന ഒരു ചടങ്ങ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോയിൽ കണ്ടു. ആ വീഡിയോയ്ക്കകത്ത് അവർ പരാമർശിച്ചിട്ടുള്ള സ്ഥാപനത്തിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടുത്തെ ഇൻസ്ട്രക്ടർമാർ ആരാണ് എന്ന് ഞാൻ ചെക്ക് ചെയ്തു. അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ അസോസിയേഷനിൽ ചെന്ന് നോക്കിയപ്പോഴും ഇതേ ആളുകൾ, അപ്പനും അപ്പൻ്റെ ഭാര്യയും പെങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടുത്തെ ട്രസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്ന പോലെ, അവർ തന്നെയാണ് ഇതിൻ്റെ മെയിൻ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അക്യുപങ്ക്ചറാണ് ഇവിടുത്തെ വിഷയം. അതിൻ്റെ കൂടെ കുറച്ച് നാച്ചുറോപ്പതി ഉണ്ട്. അതിലെ ഏറ്റവും വലിയ മാരകമായ അപകടം എന്ന് പറയുന്നത് മതമാണ്. പെണ്ണിൻ്റെ ശരീരം അത് മറ്റൊരു പുരുഷൻ കാണാൻ പാടില്ല. ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്ന സമയത്ത് അവിടെയുള്ള പുരുഷന്മാർ ഈ ശരീരം നോക്കും, ആ ശരീരത്തോട് മോശമായി പെരുമാറും എന്നൊക്കെയുള്ളതാണ് ഇവരിൽ പല ആളുകളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ന്യായം. അക്യുപങ്ക്ചർ ചികിത്സാ രീതി കൊണ്ട് ഗർഭം നന്നായി നടക്കുമെന്നുള്ളതല്ല. നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ നിങ്ങളെ മുതലെടുക്കുന്ന ആളുകളുണ്ടാവും, വാക്സിനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. മാത്രമല്ല അവിടെയുള്ള പുരുഷന്മാർ നിങ്ങളുടെ രഹസ്യഭാഗങ്ങളൊക്കെ കാണും. ഇതൊന്നും പുറത്ത് കാണാൻ പടച്ചവൻ അനുവദിച്ചിട്ടില്ല എന്ന കൃത്യമായ പഠനത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അക്യുപങ്ക്ചർ മതി എന്ന് വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ നാച്ചുറോപ്പതിയിൽ വിശ്വസിക്കുകയാണ്. അക്യുപങ്ക്ചർ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പോലും പറയുന്നു ഇത്തരം അപകടകരമായ രീതികൾ പിന്തുടരുതെന്ന്. പക്ഷെ എന്താ ചെയ്യുക? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോടുള്ള ഒരച്ഛനും അമ്മയും അവരൊരു കുഞ്ഞുമായിട്ട് വന്നിരിക്കുകയാണ്. വീട്ടിൽ വെച്ച് അവർ പ്രസവം എടുത്തു, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അവരൊരു കടയിൽ ചെന്നൊരു സാധാ ഷെയിം ബ്ലേഡ് വാങ്ങിച്ചിട്ടാണ് പൊക്കിൽ കൂടി മുറിച്ചത്. അതിനുശേഷം പ്രശ്നമൊന്നുമില്ല, വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല, പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അന്ന് ആ അച്ഛനെയും അമ്മയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ ആളുകൾ മുന്നോട്ട് വന്നു. ഞാൻ ഈ പറഞ്ഞ സ്ഥാപനമുണ്ടല്ലോ, അവരും ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് പുറകെ വരികയുണ്ടായി. ഇവിടെ അവർ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ന്യായം എന്ന് പറയുന്നത്, പണ്ടും വീട്ടിൽ വെച്ച് ഇങ്ങനെ പ്രസവം എടുക്കാറുണ്ടായിരുന്നില്ലേ? എൻ്റെ അമ്മൂമ്മ നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പ്രസവവേദന വന്നു, അപ്പം തന്നെ ഓടിച്ചെന്ന് പ്രസവിച്ചു
പ്രസവിച്ചു, എന്നിട്ട് തിരിച്ചു വന്ന് ബാക്കി നെല്ല് കുത്തി എന്നുള്ളതാണ് ഇവർ പറയാം. കേരളത്തിൽ ജനിച്ചു വീഴുന്ന ശിശുക്കൾ മരിക്കുന്ന നിരക്ക്, ശിശു മരണ നിരക്ക്, അത് വളരെ വലിയൊരു നമ്പറായിരുന്നു. അവിടെ നിന്ന് അതൊരു വളരെ ചെറിയ നമ്പറിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് ആധുനികമായ ചികിത്സാ സംവിധാനങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവരിലേക്കും എത്തുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യ പരിരക്ഷാ മോഡൽ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടാണ്. അതിന് തുരങ്കം വെച്ചുകൊണ്ടാണ് ഇവർ ഈ പഴയ ന്യായങ്ങൾ പൊക്കിക്കൊണ്ടുവരുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പന്മാരോടോ അമ്മൂമ്മമാരോടോ ഒക്കെ ചെന്ന് ചോദിച്ചു നോക്കണം. മിക്കവാറും ഒരു സ്ത്രീ 12 പ്രസവിച്ചു, 2 ചത്തുപോയി. അതിൽ 2 പേര് വേറെന്തോ കാരണം കൊണ്ട് അവരുടെ ശാരീരികാവസ്ഥ അല്ലെങ്കിൽ മാനസികാവസ്ഥ വളരെ മോശമാണ്. ബാക്കിയുള്ളവർ എങ്ങനെയോ സർവൈവ് ചെയ്തു വന്നു. ചില ആളുകൾ വളരെ ചെറിയ പ്രായത്തിൽ പിന്നീട് മരിച്ചുപോയി. അവസാനം സർവൈവ് ചെയ്ത് വന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. 10ഉം 12ഉം പെറ്റിട്ട് അവസാനം ഈ പെറ്റുകൂട്ടിയ ആൾ ചാകാൻ നേരമാകുമ്പോൾ 4ഓ 5ഓ മിച്ചം വരുന്ന അവസ്ഥയാണ്. അപ്പോൾ അന്ന് 12 പെറ്റിട്ട് എന്തായിരുന്നു കാര്യം? ഇന്ന് 1 പിറന്നതെങ്കിൽ ആ 1 നമുക്ക് ജീവനോടെ ആരോഗ്യത്തോടെ ഈ ലോകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അത് എല്ലാ കാര്യത്തിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കോംപ്ലിക്കേഷൻസിനെ പരമാവധി കുറയ്ക്കുന്ന രീതിയിലുള്ള ചികിത്സയിലുള്ള ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല വലുത്. പണ്ട് നമ്മൾ പെറ്റതുപോലെ തന്നെ പറയണം, വീട്ടിൽ കിടന്ന് തന്നെ പറയണം. കാര്യം ആശുപത്രിയിൽ പോയി പെറ്റ് കഴിഞ്ഞാൽ അവിടെ ആശുപത്രിയിലുള്ള പുരുഷന്മാർ ഇവരോട് മോശമായി പെരുമാറും എന്നുള്ളതാണ്. ആ ഒരു വാദം പറയുമ്പോൾ ചില ആൾക്കാർ അതിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ഡോക്ടർ ഷിംനാസിസ് പോസ്റ്റ് ചെയ്തതാണ്. ഡോക്ടർക്ക് നഗ്നത കാണാമോ? പ്രസവം കാണാമോ? ശരീരം വെളിവാക്കാമോ? ഞാനൊരു മലപ്പുറത്തുകാരി മുസ്ലിം സ്ത്രീയാണ്. അസീസിനും ആയിഷയ്ക്കും ജനിച്ചതിലും അപ്പുറം കാരണങ്ങളാൽ ഇസ്ലാം എന്ന എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ. ഞാനൊരു ഡോക്ടറും കൂടിയാണ്. എനിക്ക് 2 മക്കൾ, 2 പ്രസവവും ആശുപത്രിയിൽ നിന്ന്. 2ാമത് സിസേറിയൻ ചെയ്തത് എൻ്റെ തന്നെ പ്രൊഫസർ. കൂട്ടുകാരുടെ കലബിലക്കിടയിലായിരുന്നു സർജറി. സ്വന്തം താല്പര്യം ഒന്നുകൊണ്ട് മാത്രം മെഡിക്കൽ സയൻസ് പഠിക്കാൻ തീരുമാനിച്ചവൾ. ആദ്യ വർഷം അനാട്ടമി പഠിപ്പിക്കാൻ കിടന്നു തന്ന മൃതശരീരങ്ങളായിരുന്നു എൻ്റെ ആദ്യ രോഗികൾ. നൂൽബന്ധമില്ലാതെ കിടന്ന അവരെ നേരെ നോക്കാൻ പോലും എനിക്ക് 2 ദിവസം നാണം തോന്നിയിരുന്നു. പിന്നെ മനസ്സിലായി, ജീവൻ ഒഴികെ ബാക്കിയെല്ലാം അവർക്കും എനിക്കും സമമെന്ന്. അസ്തിത്വം ഇതാണ്. വസ്ത്രമെന്ന മറയ്ക്കപ്പുറം എല്ലാവരും മണ്ണിൽ അഴുകാനുള്ളവരാണെന്ന തിരിച്ചറിവ് ആണിയടിച്ച് ഉറപ്പിച്ചു. 2ാം വർഷം ആദ്യ ക്ലിനിക്കൽ ക്ലാസ്സിൽ എൻ്റെ ആദ്യ കേസായി ഞാൻ കണ്ടത് വൃക്ഷണസഞ്ചിയിലേക്ക് ഇറങ്ങിയ കുടലിറക്കം. രോഗിയുടെ നാണം കണ്ട് അസ്വസ്ഥയായി. സ്വകാര്യ ഭാഗം കാണിക്കേണ്ടി വരുന്ന രോഗിയെ സമാധാനിപ്പിക്കാനും കാണുന്നത് ഡോക്ടറാണ്, വിഷമിക്കേണ്ട എന്ന് പറയാനും പഠിച്ചത് ഏതാണ്ട് ഒരാഴ്ച കൊണ്ടായിരുന്നു. ആദ്യമായി പ്രസവം കാണാൻ കൂടെ പുരുഷ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികൾ. അവർ ആശുപത്രിയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഡെലിവറി കാണും. പ്രസവം നടക്കുന്ന അവയവം ശ്രദ്ധിക്കാതെ അവർ നിന്ന് വിയർക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ അവർ 2 പേരും ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി. അവരുടെ പ്രസവം കഴിഞ്ഞപ്പോഴേക്കും കണ്ടുനിന്ന് ഞങ്ങൾക്കെല്ലാം ഒന്ന് പെറ്റെണീറ്റ് ആശ്വാസമായിരുന്നു. പ്രസവ സമയത്ത് പുരുഷ ഗൈനക്കോളജിസ്റ്റിനോളം കരുണ സ്ത്രീകളിൽ കണ്ടിട്ടില്ല. പ്രസവ സമയത്ത് ഡോക്ടറോ സ്റ്റാഫോ അവയവം ശ്രദ്ധിക്കാറില്ല, അതിനൊട്ട് കഴിയുകയുമില്ല. 2 ആളെ 2 ഇടത്താക്കാൻ വേണ്ടി പണി 18 പയറ്റുന്നതിനിടയ്ക്ക് ഓരോ സങ്കീർണതയും ഒഴിവാക്കാൻ ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ടാവും. കുഞ്ഞ് കിടക്കുന്ന നിലയൊന്ന് മാറിയാൽ, അമ്മ അപ്രതീക്ഷിതമായി പ്രഷർ കൂടി ബോധരഹിതയായാൽ, പ്രസവശേഷം മറുപിള്ള വേർപെട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ കുത്തുകുത്തുകളാണ്. ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പ്രസവം എന്ന് പറയുന്നത്. എങ്ങനെയോ ഒരു പ്രസവം സേഫായി നടന്നു എന്നുള്ളത് കൊണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജനറ്റിക്സിൻ്റെ എന്തോ ആവാം. അതിന് എന്ത് കാരണവും നിങ്ങൾ വേണേൽ പറഞ്ഞോളൂ, പടച്ചോൻ്റെ അനുഗ്രഹം ഒക്കെ പറഞ്ഞോളൂ. പക്ഷേ അടുത്ത തവണയും അത് അങ്ങനെ സംഭവിക്കണമെന്നില്ല. കുഞ്ഞിൻ്റെ പൊസിഷൻ, അത് ഇറങ്ങി വരുന്ന രീതി, ഇതിനിടയിൽ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ്, അതൊരു റെയർ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കുക. അമിത രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അക്യൂപങ്ക്ചറിന് സൂചി കുത്തി അതുവഴി ബ്ലഡ് കയറ്റി തരാനൊന്നും അറിയില്ല. അങ്ങനെ ഒരു അമിത രക്തസ്രാവം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സമയമെങ്കിലും കിട്ടണ്ടേ? എനിവേ, നമുക്ക് തുടരാം. മലപ്പുറത്ത് വീണ്ടും മാതൃമരണം. എൻ്റെ സമുദായം എൻ്റെ നാട്. ചികിത്സ വേണ്ടെന്ന് വെക്കുന്ന ഗർഭിണി. ഒത്താച്ചി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ക്ഷൗര ജോലി ചെയ്യുന്ന കുടുംബത്തിലെ സ്ത്രീകളാണ് അവിടുത്തെ ഡോക്ടർമാർ. വേദനയല്ല, ഒരുതരം വൈരാഗ്യ ബുദ്ധിയാണ് തോന്നുന്നത്. മറ്റാരോടുമല്ല, സ്വയം തന്നെ. ഇത്രയൊക്കെ മെനക്കെട്ടിട്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ടും പറഞ്ഞത് തന്നെ പറഞ്ഞിട്ടും നാണക്കേട് തോന്നുന്നു. ഇരുട്ടറയിൽ പിടഞ്ഞു തീരാനുള്ളതായിരുന്നില്ല പെണ്ണെ നിന്റെ ജീവൻ. ഞങ്ങളാരും നിന്റെ നഗ്നതയിൽ ഭ്രമിക്കുകയോ നിന്നെ പരിഹസിക്കുകയോ ഞങ്ങൾക്കിടയിലെ പുരുഷന്മാർ ആംനിയോട്ടിക് ദ്രവവും ചോരയും നനച്ച നിന്റെ കുഞ്ഞിൻ്റെ മൂർധാവ് പുറത്തു വരുന്നുണ്ടോ എന്ന് നോക്കാതെ അവയവദർശനം നടത്തി സായുജ്യം അടയുകയോ ചെയ്യില്ലായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ഡോക്ടർ ആ കാര്യം പറയുന്നത്. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയുടെ പ്രസവ സമയത്ത് ആര് കൂടെ ഉണ്ടാകണം എന്ന് ആരോ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് വന്ന് ക്ലാസ് എടുക്കുന്ന ആളുകൾ ഒരു സ്ത്രീയുടെ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഒരു സ്ത്രീയുടെ യോനി വരയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്ന അവരുടെ വജൈനയുടെ ഒരു ചിത്രം വരച്ച് ഒരു ഭാഗമെങ്കിലും വരച്ചടയാളപ്പെടുത്താൻ അറിയാത്ത വിവരദോഷികളാണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ അമ്നിയോട്ടിക് ദ്രവവും ചോരയും ഒക്കെ കലർന്ന് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വരികയാണ്. അത് പുറത്തെത്തുന്നവരെ, പൂർണ്ണമായും പുറത്തെത്തുന്നത് വരെ എങ്ങനെയാണ് കൈവറയ്ക്കാതെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുക? അലറിക്കരയുന്ന ഒരു സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കി ആത്മരതി കണ്ടെത്താൻ ഏത് പുരുഷനാണ് സാധിക്കുക?
അങ്ങനെ സാധിക്കുന്ന മനോരോഗികളാണ് കേരളത്തിലെ ആശുപത്രികളിൽ മുഴുവനുള്ളത് എന്ന രീതിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിവരം കെട്ടവന്മാർക്ക് ഇവിടെ യൂട്യൂബിൽ വ്യൂ ഉണ്ട്. ഞാനും നീയും വിശ്വസിക്കുന്ന ഇസ്ലാമും പടച്ചോനും മനഃപൂർവ്വം ചികിത്സ നിഷേധിച്ച് ആ കുഞ്ഞിനെ തള്ളയില്ലാതാക്കിയതിന് നിന്നെയും വീട്ടുകാരെയും തോളിത്തട്ടി പ്രശംസിച്ച് ജന്നത്തുൽ ഫിർദൗസിലേക്ക് എൻട്രി തരുമെന്ന് വിശ്വസിക്കാനാവുന്നില്ല. മുലപ്പാലിന് തൊള്ള കീറി കരയുന്ന പൈതലിനെ ഓർത്തിട്ട് നെഞ്ചു പിടയുന്നു. ഞാൻ അപ്പോഴും ആലോചിക്കുന്നത്, ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണോ കൊച്ചിന് തള്ളയില്ലാണ്ടായത്? ഒരാശുപത്രിയിലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ബ്ലഡ് അറേഞ്ച് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, അതൊരു റെയർ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ബ്ലഡ് അവർക്ക് കരുതാമായിരുന്നു. മറ്റു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് അവർക്ക് ചെക്ക് ചെയ്യാമായിരുന്നു, നേരത്തെ അറിയാൻ പറ്റുമായിരുന്നു. സിസേറിയൻ നടത്തി ശരീരം കീറി മുറിക്കുക, എന്താ മറ്റേ കണ്ടം തുണ്ടം വെട്ടിമുറിച്ച് കുഞ്ഞിനെ പുറത്തെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പയിനൊക്കെ കൊണ്ട് നഷ്ടപ്പെട്ടത് ഒരു പിഞ്ചു കുഞ്ഞിന് അതിൻ്റെ മുലപ്പാലാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ മതവിശ്വാസം തലയ്ക്ക് കയറി ഭ്രാന്തായ ഒരച്ഛൻ പറഞ്ഞ ഡയലോഗുണ്ട്. സ്വന്തം മകൾ മരിച്ചു, ആ പെൺകുട്ടി മരിച്ചത് നെഗ്ലിജൻസ് കൊണ്ടാണ്, വിവരക്കേട് കൊണ്ടാണ്. അതിൻ്റെ കരയുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് ആ പെൺകുട്ടിയുടെ വാപ്പ പറഞ്ഞൊരു ഡയലോഗുണ്ട്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. മുലപ്പാലിന് തൊള്ള കീറി കരയുന്ന പൈതലിനെ ഓർത്തിട്ട് നെഞ്ചു പിടയുന്നു. അതൊരു വലിയ വിവരക്കേട് കൊണ്ടാണെന്ന് ഓർക്കുമ്പോൾ, അതും എൻ്റെ മഞ്ചേരിയിലാണെന്ന് അറിയുമ്പോൾ 6 കൊല്ലം കൊണ്ട് കഴുത്തിൽ കയറിയ കറുത്ത കുഴൽ വലിച്ചെറിഞ്ഞ് ഒരു പോക്ക് പോകാനാണ് തോന്നുന്നത്. പടച്ചോനെ, നിന്റെ കൗമിനെ നീ തന്നെ കാക്ക്. കിട്ടിയ തക്കത്തിന് ഇസ്ലാമിനെ എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും ഈ പോസ്റ്റ് ഉപയോഗിക്കുന്നവരെ കണ്ണും പൂട്ടി ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. അതല്ല ഈ പോസ്റ്റിൻ്റെ ഉദ്ദേശം, എത്ര പ്രിയപ്പെട്ടവരായാലും. ഞാൻ ഇന്നിപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്ന വാർത്തകളിലാണെങ്കിലും സംഭവങ്ങളിലാണെങ്കിലും വ്യക്തികൾ ദുരുപയോഗം ചെയ്യുന്നതിലാണെങ്കിലും ഇസ്ലാം മതം കടന്നു വരുന്നുണ്ട്. ഇസ്ലാം മതത്തിലെ വിശ്വാസങ്ങൾ എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ മൈക്ക് വെച്ച് പാട്ടുപാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും പല രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് ഇത്തരം ക്യാമ്പയിനുകൾക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. ഇതൊരിക്കലും ഇസ്ലാമിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല. എൻ്റെ കയ്യിലൊരു മുറിവുണ്ടാകുമ്പോൾ ആ മുറിവിന് മരുന്ന് തേക്കണമെങ്കിൽ ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു മുറിവുണ്ട് എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കാൻ, ആ ഒരു മുറിവിനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ശരീരത്തിനെ എനിക്ക് നന്നായി നോക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ, മതത്തിനെ ഇഷ്ടപ്പെട്ടുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യമാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് മതമാണെങ്കിലും. പക്ഷേ ആ മതത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ മതത്തിനെ മുഴുവൻ ആക്രമിക്കുകയല്ല, ഈ മുറിവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ മുറിവിന് ഇന്ന് മരുന്ന് തേച്ചില്ലെങ്കിൽ ഇനിയും നഷ്ടപ്പെടാൻ പോകുന്നത്, സ്റ്റേജ് കയറ്റി പാട്ടും പാടി ആഘോഷിപ്പിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മമാരെയാണ്. 22, 21, 24 വയസ്സുള്ള പെൺകുട്ടികൾ ഇവിടെ വിവരക്കേടിൻ്റെ പുറത്ത് ബലിയാടുകളാവുകയാണ്. 2024 ഫെബ്രുവരി, കഴിഞ്ഞ വർഷം കാരക്ക മണ്ഡപത്ത് 36 വയസ്സുള്ള ഷമീറ മരിച്ചു. ഷമീറ ബീവി. നിയാസാണ് ഭർത്താവ്. 4ാമത്തെ ഡെലിവറി ആയിരുന്നു. വില്ലൻ്റെ പേര് അക്യുപങ്ക്ചർ എന്നാണ്. അവർ അക്യുപങ്ക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. അവരങ്ങ് ചെയ്തു. പോയപ്പോൾ ആർക്ക് പോയി? ആ പിള്ളേർക്ക് തള്ളയില്ലാണ്ടായി. മതത്തിന് വല്ലതും പോയോ? അക്യുപങ്ക്ചറിന് വല്ലതും പോയോ? അക്യുപങ്ക്ചർ പറയുമ്പോൾ എന്തിനാണ് ഈ മതത്തിനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വരാം. മാതൃഭൂമി 2022 ഒക്ടോബറിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രകാരം ഏറ്റവും അധികം ഗൃഹപ്രസവം നടക്കുന്നത് മലപ്പുറത്താണ്. 273 ജനനം അല്ലെങ്കിൽ പ്രസവം ആ സമയത്ത് നടന്നിട്ടുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. ഇങ്ങനെ പെൺകുട്ടികളെ, അതായത് ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ ഭാര്യയും അവരുടെ മാതാപിതാക്കളുമായിട്ട് വന്ന് താമസിച്ച് പ്രസവിപ്പിക്കുന്ന സെൻറ്റർ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റർ ആ സമയത്ത് പൂട്ടിച്ചിട്ടുണ്ട്. ആ സെൻറ്ററിൽ കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള സ്ത്രീകൾ എത്തിയിരുന്നു. എന്തിന്? ആശുപത്രിയിൽ പോയാൽ വയറ് കീറി മുറിക്കും, ശരീരം മറ്റൊരു പുരുഷൻ കാണും എന്നീ കാരണങ്ങളൊക്കെ കൊണ്ട് ഒരു ഓതറൈസേഷനും ഇല്ലാത്ത ഒരു സെൻറ്ററിൽ പ്രസവിക്കാൻ പോവുകയാണ് നമ്മുടെ സ്ത്രീകൾ. അവിടെ പോയൊരു വലിയ ഡോക്ടറിൻ്റെ ഭാര്യ പോലും പ്രസവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. 2021 ചെറിയ മുണ്ടത്ത് ഒരു അമ്മയും കുഞ്ഞും മരിച്ചിട്ടുണ്ട്. 2017 ഓഗസ്റ്റിൽ ഹന്നത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചു. ശരിക്കും ഞാൻ എന്തിനാ മരിച്ചു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതെന്ന് പോലും എനിക്ക് സംശയമാണ്. കൊല ചെയ്യപ്പെട്ടു ഒരു പെൺകുട്ടി. ആശുപത്രി പോയില്ല, ഭർത്താവ് സമ്മതിച്ചില്ല. നേരത്തെ ഡോക്ടറിൻ്റെ കുറിപ്പിൽ പറഞ്ഞ ഒത്തച്ചിയില്ലേ, അവർ നോക്കാൻ പോയി. അവരോട് മെഡിക്കൽ ഓഫീസർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ 1000 പ്രസവം എടുത്തിട്ടുണ്ട്, എനിക്കിന്ന് വരെ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന്. ആ ഹന്നത്ത് ഈ ലോകത്തുനിന്ന് യാത്രയാവുമ്പോൾ ആ വർഷം വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിച്ച് മരിച്ച 2ാമത്തെ പെൺകുട്ടിയാണത്. 2018 ഷഫ്ന, മലപ്പുറത്തെ 23 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഈ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ശരിക്കും ചേർത്ത് വായിക്കേണ്ട ചിലതൊക്കെയുണ്ട്. സ്പ്രൗട്ട്സ് നാച്ചുറോപ്പതി മെറ്റേണിറ്റി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ പെൺകുട്ടി പ്രസവിക്കാനായിട്ട് എത്തിയത്. ഒരൊറ്റ മുറി മാത്രമുള്ള സ്ഥാപനം. സിസേറിയനെ ചെറുക്കൂ, ബിക്കോസ് അതൊരു രോഗമാണ്.
എന്നാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നാച്ചുറോപ്പതി ആയിക്കോട്ടെ, ഈ പറയുന്ന സോക്കോൾഡ് അക്യുപങ്ക്ചർ മാസ്റ്റർമാരെ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥാപനമായിക്കോട്ടെ, ഇവർ പറയുന്നത് സിസേറിയനെ ചെറുക്കൂ, അതൊരു രോഗമാണ്. അതായത് എന്ത് കോംപ്ലിക്കേഷൻ വന്നാലും പേടിക്കാനില്ല, എല്ലാവരും പെറ്റില്ലേ, പട്ടി പെറുന്നില്ലേ, പശു പ്രസവിക്കുന്നില്ലേ, അതുപോലെ നിങ്ങളും പെറ്റോളും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. വെള്ളം നിറച്ച ഒരു ടബിലേക്കാണ് ആ പെൺകുട്ടി പ്രസവിച്ചത്. ഇതിൽ ഏറ്റവും രസം എന്താണെന്നറിയോ? ഒരു ഇരുട്ട് മുറിയിലാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ്. ഒരു കുഞ്ഞ് ജനിക്കുകയാണ്, ഒരു അമ്മയുടെ വയറ്റിൽ നിന്നൊരു കുഞ്ഞിറങ്ങി വരികയാണ് ഒരു ഇരുട്ട് മുറിയിൽ. എന്ത് കണ്ടിട്ട് നിങ്ങൾ ചികിത്സിക്കും? മമ്പാട് സ്വദേശിയായ ആബിർ ഹൈദർ, ഹുദ ഫാത്തിമ തുടങ്ങിയ 2 പേരാണ് ആ സ്ഥാപനം നടത്തിയിരുന്നത്. ഇത് 2018 നടക്കുന്ന സംഭവമാണ്. 2016 ഒരു ക്ലിനിക്കിൽ ഒരു നവജാത ശിശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 336, 337, 338 ഇതിൻ്റെ ഒക്കെ പേരിൽ ആബിർ ഹൈദർ എന്ന് പറയുന്ന ഈ സ്ഥാപനം നടത്തിയ ആളുടെ പേരിൽ കേസുണ്ട്. അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ എന്ന് പറയുന്ന, എന്നാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാതെ ഭർത്താവിനെ സഹായിക്കാൻ നിന്ന ഹുദ ഫാത്തിമ പറയുന്നത് അത് അവരുടെ വിധി, അവർക്ക് അത്രേ വിധിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാണ്. സെർവിക്കൽ ബ്ലീഡിംഗ് ആയിരുന്നു മരണകാരണം എന്നാണ് പറയുന്നത്. ഇവരിതൊക്കെ പറയൂ, ഇവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മതി, അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് എനിക്ക് പരാതിയില്ല എന്നാണ്. അവൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് അവൾ പോയി എന്നാണ് അവർ പറയുന്നത്. 23 വയസ്സുള്ള ഷഫ്ന എന്ന സ്വന്തം മകൾ പ്രസവം നൽകിയതിന് ശേഷം മരിച്ചതിനെക്കുറിച്ച്, അതിലുണ്ടായ നെഗ്ലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കിതിൻ്റെ കാരണമൊന്നും അറിയണ്ട, അവൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് പോയി എന്നാണ് ആ അച്ഛൻ പറയുന്നത്. എക്സ്ട്രാ കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ വിശ്വാസികളാണ്, അവൾ അച്ഛനമ്മമാർക്ക് ഭാവിയിൽ ബാധ്യതയാവാതെ നേരത്തെ പോകുന്നതാണ് പുണ്യമെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. പെൺകുട്ടികൾ ഭാരമാണ്, ബാധ്യതയാണ് എന്ന ചിന്തയൊക്കെ എന്തുമാത്രം ആ മനുഷ്യൻ വിശ്വാസത്തോട് ചേർത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ഒരു വ്യാജ അക്യുപങ്ക്ചർ ചികിത്സാ പരിപാടി തുടങ്ങി. കുറച്ച് നാളായിട്ട് ആ നാട്ടിലില്ലാതിരുന്ന ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള ആൾ ഒരു ബോർഡൊക്കെ വെച്ചു, അക്യുപങ്ക്ചർ ചികിത്സ എന്ന് പറഞ്ഞ്. പുള്ളിക്ക് ശ്രീലങ്കയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, കൊളംബോ സർവകലാശാലയിലെ സർട്ടിഫിക്കറ്റ്. അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ഇടപെട്ട് അത് പൂട്ടിക്കുകയും പുള്ളി പിന്നെ അത് രണ്ടാമത് തുടങ്ങുകയും ചെയ്തു. എങ്ങനെ സംഭവിച്ചു, എങ്ങനെ സാധിച്ചു? ഈ ഗൃഹപ്രസവം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എടുത്തു ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ന്യായം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ വീടുകളിൽ പ്രസവിക്കുന്നതാണ് കൂടുതലുള്ളത്, നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ സിസേറിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആശുപത്രി പോകുന്നതാണ്. ഒരു വിദേശ രാജ്യത്ത് വീടുകളിൽ പ്രസവിക്കണമെങ്കിൽ അവരവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മിഡ്വൈഫ്സ്, ഇവിടെ പറയുന്ന ഒത്താച്ചി എന്ന് പറയുന്ന കുറേ പ്രസവം എടുത്ത പരിചയമുണ്ട് എന്ന് പറയുന്ന ആളല്ല, ട്രെയിൻഡ് ആയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കൃത്യമായി വന്നാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നു എന്ന് തോന്നുമ്പോൾ ഒക്കെ മുകളിലിരിക്കുന്നതും ശരിയാക്കുമെന്ന് പറഞ്ഞ് സൂചി നോക്കി ഇരിക്കില്ല. വേറെ ചില ആൾക്കാർ പറയുന്നത് മൈ ബോഡി മൈ റൈറ്റ്സ് എന്ന് പറയുന്നത് പോലെ പ്രസവിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ നാച്ചുറലി തന്നെ പ്രസവിക്കണം എന്ന തീരുമാനം എടുക്കാനുള്ള അവകാശം എൻ്റെയാണ് എന്ന് ഒരു സ്ത്രീ തീരുമാനിച്ചാൽ എന്താണ് എന്നുള്ളതാണ്. പക്ഷേ ആ കുഞ്ഞുണ്ടല്ലോ, ആ ജനിച്ചു വീഴുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് മികച്ച ചികിത്സ ലഭിക്കാനുള്ള അവകാശമുണ്ട്, ആ കുഞ്ഞിന് ജീവിച്ചിരിക്കാനുള്ള അവകാശമുണ്ട്. ഇതിനൊക്കെ റിസ്കിലാക്കിക്കൊണ്ടാണ് വീട്ടിലെ പ്രസവം എന്ന് പറയുന്ന പരിപാടി ഇവിടെ അരങ്ങേറുന്നത്. ഇത്തരം സ്യൂഡോ പരിപാടികളുമായിട്ട് ഇറങ്ങുന്ന ആളുകൾ ഏറ്റവും അധികം ചെയ്യുന്ന കാര്യം ആദ്യം കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. കോൺഫിഡൻസ് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെയൊക്കെ അമ്മൂമ്മമാർ പ്രസവിച്ചിട്ടില്ലേ, അവരുടെ അമ്മൂമ്മമാർ പ്രസവിച്ചിട്ടില്ലേ, അന്ന് ആശുപത്രി വല്ലതും ഉണ്ടായിട്ടാണോ, എത്ര മക്കളാണ് ഉണ്ടായിട്ടുള്ളത്, എല്ലാവരും എന്താ ആരോഗ്യമുള്ളവരായിരുന്നു, ഇന്ന് എല്ലാവരുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിസേറിയനോ ആശുപത്രി പ്രസവം കൊണ്ടാണ് എന്ന് പറയുന്നൊരു ഡയലോഗ് അങ്ങ് കാച്ചും. അവർ ചുറ്റും നോക്കുമ്പോൾ ശരിയാണ്, അതിൻ്റെ കൂടെ ചില വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൂടി വെച്ചങ്ങ് കാച്ചും. നിങ്ങളുടെ ശരീരം അന്യപുരുഷന്മാർ കാണാൻ പോവുകയല്ലേ, അതൊരു മോശമായിട്ടുള്ള കാര്യമല്ലേ, അവർ തൊടില്ലേ, പിടിക്കില്ലേ, അതിലവർ ആനന്ദം കണ്ടെത്തില്ലേ, ആണിൻ്റെ സെക്ഷൽ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ണിലാണ് എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പ്രസവിക്കാൻ കിടന്ന് അലർന്ന ഒരു സ്ത്രീയുടെ ശരീരത്ത് ഒരു പുരുഷൻ നോക്കുന്ന ഈ ഉദ്ദേശത്തിലായിരിക്കും എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ നാട്ടിലുണ്ട്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തത് പറയുമ്പോൾ ഇതിലൊരു കോൺഫിഡൻസിൻ്റെ എലമെൻ്റ് ഉണ്ട്. പിന്നെ വരുന്നതാണ് സ്യൂഡോ കോൺഫിഡൻസ്. നിങ്ങൾ ഒന്നും പേടിക്കേണ്ടെന്നേ, കോംപ്ലിക്കേഷനോ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു വിഷയമേ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സമ്മതിക്കില്ല. പക്ഷേ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കോൺഫിഡൻസിൻ്റെ പുറത്ത് ഈ പറയുന്ന കാര്യങ്ങളുണ്ടാകുമ്പോൾ കോംപ്ലിക്കേഷനെ കുറിച്ച് മറ്റൊരു ഡോക്ടർ പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ ഒരു അലോപ്പതിക് ഡോക്ടറെ കാണാൻ പോയി, അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തു, അപ്പോൾ ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിയുന്നു. ആ കോംപ്ലിക്കേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന വാട്ടെവർ ചികിത്സാ രീതി പരിപാടികൾ ഇവർ പറയും ഒരു കുഴപ്പമില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ആദ്യം ഉണ്ടായ കോൺഫിഡൻസിൻ്റെ പുറത്ത് ഈ സ്യൂഡോ കോൺഫിഡൻസ് വർക്ക് ചെയ്യും. അതോടെ ഇവർ ഈ അപകടത്തിന് തയ്യാറെടുക്കും. അത്രമാത്രം ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടാണ് ആളുകൾ ഈ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത്. അതിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പാകത്തിന് പാട്ടും ലൈറ്റും ഒക്കെ വെച്ചുകൊണ്ട് വൻ പരിപാടികളിലൂടെ അറേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്, നടക്കുന്നുണ്ട്, വിജയകരമായി ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വലിയ ചോദ്യമാണ്, നമ്മുടെ ആശുപത്രികളിലൊക്കെ ഭയങ്കര ചൂഷണമല്ലേ നടക്കുന്നത്, ഈ ഭയങ്കര കൊള്ളയല്ലേ നടക്കുന്നത് എന്നുള്ളതാണ്. വേണ്ട, നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണ്ട, നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിക്കോളൂ, നിങ്ങൾക്ക് അവിടെ ഒരുപാട് സ്കീമുകളുണ്ട്, ഇങ്ങോട്ട് പൈസ കിട്ടുന്ന പരിപാടി വരെയുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കൂ.
നമ്മുടെ സർക്കാർ ആശുപത്രികളൊന്നും ഇപ്പോൾ പഴയ പോലെയല്ല. എന്തായാലും വീട്ടിൽ പ്രസവിക്കാൻ തീരുമാനിച്ചല്ലോ, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പ്രസവിക്കാൻ തീരുമാനിച്ചല്ലോ, എന്നാൽ സർക്കാർ ആശുപത്രിയിലാക്കിക്കോളൂ. അവിടെ ആരും കുത്തിപ്പിഴിഞ്ഞ് ചൂഷണം ചെയ്യുന്ന പരിപാടികളൊന്നും നടക്കുന്നില്ല. അത് സമ്മതിക്കാൻ പറ്റില്ല. ഇനി വീട്ടിൽ പ്രസവിച്ച ധീര വനിതകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഈ കറങ്ങി നടക്കുന്നുണ്ട്. ആ കറങ്ങി നടക്കുന്ന വീഡിയോയ്ക്ക് അകത്തുനിന്നാണ് എനിക്ക് ഈ വാക്ക് കിട്ടിയത്, അക്യുഷിൻ്റെ ചുണക്കുട്ടികളാണ് ഇവർ, വീട്ടിൽ പ്രസവിച്ചു എന്നുള്ളത് ഒരു വൻ സംഭവമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവരിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ ഈ അക്യുഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പേജിലേക്ക് പോയി, അത് കഴിഞ്ഞ് അവരുടെ യൂട്യൂബ് ചാനലിലേക്കും പോയി. നേരത്തെ നമ്മൾ വീട്ടിൽ പ്രസവിച്ചു എന്ന് പറയുന്ന ഒരു കേസ് കണ്ടില്ലേ, മറ്റേ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. അന്ന് അവർ ഒരു ഷേവിംഗ് ബ്ലേഡ് പോലെ ഒരു റാൻഡം ബ്ലേഡ് വാങ്ങിച്ചിട്ടാണ് പൊക്കിൽ കൂടി മുറിച്ചതെന്ന് പറയുന്നു. എന്തിനാണ് ഈ സർജിക്കൽ നൈഫൊക്കെ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലല്ലോ. ഈ ബ്ലേഡ് ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല, ഒരു രോഗാണുബാധയും ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ തട്ടിവിടുന്ന ആ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടക്കാരനെ ആ യൂട്യൂബ് ചാനലിൽ കാണാം. രോഗാണുബാധയെക്കുറിച്ച് യാതൊന്നും പേടിക്കേണ്ടതില്ല, ഇതൊക്കെ പുല്ല് പോലെ ഈസി ആയിട്ടുള്ള കാര്യം എന്നാണ് പുള്ളി ഇരുന്ന് തട്ടിവിടുന്നത്. അങ്ങനെ നമ്മൾ ഈ അക്യുപങ്ക്ചർ അക്കാഡമിയുടെ വെബ് പേജിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ കടന്നു ചെല്ലുമ്പോൾ അക്യു മാസ്റ്റർ ഉണ്ട്, വേറെ ഒരു 3 പേരുണ്ട്. 3 പേരുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് വെബ്സൈറ്റിൽ ഞാൻ കണ്ടില്ല. ശരി, എന്തായാലും അക്യുപങ്ക്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു ചികിത്സാ രീതിക്ക് ഇവിടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ടാവില്ലേ? അവരുടെ കയ്യിൽ ഇതിൽ ഇങ്ങനെയുള്ള ചികിത്സാ രീതി പഠിപ്പിക്കുന്നതിനും പ്രാക്ടീസ് ചെയ്യുന്നതിനും ഒക്കെയുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ച് ഞാനൊരു സെർച്ച് നടത്തി. ഇന്ത്യൻ അക്യുപങ്ക്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയും മുന്നിൽ നിൽക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ വെബ്സൈറ്റിൽ കാണുന്ന ആളുകളാണ്. ഈ പറയുന്ന അക്യുപങ്ക്ചർ അസോസിയേഷൻ, പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ്റെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ മുന്തിയ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് ചികിത്സാ രീതികൾ, അതായത് ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും ഫലിക്കുന്നില്ല, അക്യുപങ്ക്ചർ വഴി ഏത് രോഗവും മാറ്റും എന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനത്തെ അവകാശവാദമുള്ള തംബ്നെയിലുകൾ നമുക്ക് കാണാൻ പറ്റും. മന്ത്രി ആന്റണി രാജുവും കടന്നപ്പള്ളി രാമകൃഷ്ണനും ഒക്കെ ഇവരുടെ പരിപാടികളുടെ ഭാഗമായിട്ടുണ്ട്. അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അവരിരുന്ന് പറയുന്നത് വീട്ടിലെ പ്രസവത്തിനെ പ്രൊമോട്ട് ചെയ്യണമെന്നാണ്. ഇങ്ങനെ ഒരു പരിപാടി നടത്തി അവർ പ്രൊമോട്ട് ചെയ്യുന്നതും വീട്ടിൽ പ്രസവിച്ച ധീര വനിതകൾ എന്ന് പറഞ്ഞിട്ടാണ്. അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കത്തക്ക രീതിയിൽ നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ അതിനെ ഒരു മോശം കാര്യമായി, ദുഷ്ടലാക്കോടെ ആരോ ചെയ്യുന്ന കാര്യമായി, അതുമൂലം മതവിശ്വാസങ്ങൾ വ്രണപ്പെടും എന്ന രീതിയിലുള്ള ക്യാമ്പയിനുകൾ വരെ നടത്തുന്ന രീതിയിലാണ് ഇവരുടെ പല പോസ്റ്റുകളും കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ വിലയിരുത്തേണ്ടതുമാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഡിപ്ലോമ കോഴ്സുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നത് വീട്ടിൽ പ്രസവിച്ച നമ്മുടെ അക്യുഷിൻ്റെ ചുണക്കുട്ടികൾ എന്നാണ്. കേരളത്തിൽ ഉടനീളം വളരെ പബ്ലിക്കായി അവൈലബിൾ ആവുന്ന രീതിയിൽ ഇത്തരം ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യ വകുപ്പിൻ്റെ ഒരു വലിയ വീഴ്ചയായി നമ്മൾ കാണണ്ടേ? അവിടെ ആ സ്റ്റേജിൽ ചുണക്കുട്ടികൾ എന്ന് പറഞ്ഞൊരു 20 പേര് കയറി നിൽപ്പുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ കയറാൻ പറ്റാതെ മരിച്ചുപോയ എത്ര അമ്മമാരും കുഞ്ഞുങ്ങളും ഉണ്ടാവും. നമ്മുടെ ആരോഗ്യ വകുപ്പ് പറയുന്നത് ഇത്തരം വീടുകളിലുള്ള അപകടകരമായ ആ പ്രസവ ശ്രമം പാളിപ്പോയി കഴിയുമ്പോൾ അവരെ എടുത്തോണ്ട് ആശുപത്രിയിലേക്ക് ഓടി വരുന്ന കേസുകളുണ്ടെന്നാണ്. അതായത് വീട്ടിൽ പ്രസവിക്കാൻ നോക്കി, വലിയ സംഭവമൊക്കെ നോക്കി, പക്ഷേ കൈവിട്ട് പോകും എന്നൊരു സാഹചര്യം വരുമ്പോൾ ഓടി ആശുപത്രിയിലേക്ക് വരും. പിന്നീട് ഈ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുക ആശുപത്രിയിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വീട്ടിലെ പ്രസവം കാരണമുള്ള മരണം എന്ന രീതിയിലായിരിക്കില്ല ആ മരണം റെക്കോർഡാവുക. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ എത്ര വലിയൊരു സംഖ്യയായിരിക്കും ഇവിടെ ഉണ്ടാവുക. 9 വർഷത്തിനിടയിൽ 9 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഓരോ വർഷവും അമ്മമാരില്ലാതാവുന്നത് 4-5 കുഞ്ഞുങ്ങൾ വീതമാണ്. വീണ്ടും ഇത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടും മേളവും വെച്ച് ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. KNM പ്രസിഡന്റായ അബ്ദുള്ള കോയ മദനി ഒരു ചാനലിന് കൊടുത്ത അദ്ദേഹത്തിന്റെ ബൈറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ശാസ്ത്രീയ ചികിത്സയെക്കുറിച്ചുള്ള ബോധവൽക്കരണം എല്ലാവരിലേക്കും എത്തണം. അപകടമായി മാറുന്നത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന മന്ത്രവാദികളായിട്ടുള്ള ആളുകളാണ്. ഇവർക്കൊക്കെ എതിരെ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാവണം. ശാസ്ത്രീയമായ ചികിത്സയെക്കുറിച്ച് ബോധവൽക്കരണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ ഏതെങ്കിലും രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ അക്യുപങ്ക്ചർ പ്രാക്ടീസ് ചെയ്യുന്ന എത്ര പേർ ആശുപത്രി പോകേണ്ട കാര്യമില്ല എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് കളയും എന്നെനിക്കറിയില്ല. പ്രസവം എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ പട്ടിയും പൂച്ചയും ചെയ്യുന്ന പോലെ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് വിളിച്ചു പറയും എന്നെനിക്ക് തോന്നുന്നില്ല. ഏത് ചികിത്സാ രീതിയോ ആയിക്കോട്ടെ, അതിനോട് ആത്മാർത്ഥമായി അത് കൃത്യമായി പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരാൾ ഇങ്ങനൊരു ക്യാമ്പയിൻ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നാടെങ്ങും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അശാസ്ത്രീയ മാർഗങ്ങൾ, കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഇത്തരം അനുമതിയില്ലാത്ത, അംഗീകാരമില്ലാത്ത, സൗകര്യമില്ലാത്ത ക്ലിനിക്കുകൾ, അശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെ അനാവശ്യമായി നൽകപ്പെടുന്ന ആത്മവിശ്വാസങ്ങൾ, അതിനോട് ചേർത്ത് വെക്കാൻ മതവിശ്വാസത്തെ കൂട്ടുപിടിക്കുന്ന ആളുകൾ. മതവിശ്വാസം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓൾറെഡി വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിൽ 1-2 ആളുകളെ കൂട്ടുപിടിച്ചാൽ മതി. അതിനിടയിലൂടെ പല കാര്യങ്ങളും നമുക്ക് ഇൻജെക്റ്റ് ചെയ്യാൻ പറ്റും. അത്തരം പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. പല വിധത്തിലുള്ള അശാസ്ത്രീയമായ
ചികിത്സാ രീതികളെ വിശ്വസിച്ച് മുന്നോട്ട് പോയി ജീവൻ കളഞ്ഞിട്ടുള്ള എല്ലാ മതവിശ്വാസത്തിൽപ്പെടുന്ന ആളുകളുമുണ്ട്. പക്ഷേ വീട്ടിലെ പ്രസവം, അക്യുപങ്ക്ചർ എന്നീ ഘടകങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അവിടെ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് അതാണ്, ചൂഷണം ചെയ്യപ്പെടുകയാണ്. ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം വരുന്നത് എവിടെ നിന്നാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ച് നോക്കൂ. എന്താണ് അതിന് വേണ്ട സൊല്യൂഷൻ എന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യേ നിങ്ങളുടെ മതം ഇങ്ങനെ ഞങ്ങളുടെ മതം ഇങ്ങനെ എന്ന് പറഞ്ഞ് കുത്തുവാക്ക് പറഞ്ഞ് സമയം കളഞ്ഞുകൊണ്ടിരുന്നിട്ട് ആർക്കും ഇവിടെ ഒന്നും കിട്ടാനില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ അക്യുപങ്ക്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ജൂൺ 2021 ജൂൺ 2021 ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: മോഹനൻ വൈദ്യരുടെ ആകസ്മിക മരണത്തിൽ സമാന്തര ചികിത്സാ രംഗത്തുള്ളവരെല്ലാം ദുഃഖിതരാണ്. ചികിത്സാ രംഗത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളെ തുറന്നു കാട്ടി എന്നതാണ് അദ്ദേഹത്തെ അനഭിമതനാക്കിയത്. അനുസ്മരണത്തിലൂടെയെങ്കിലും അദ്ദേഹത്തിന് സമുചിതമായ ആദരവ് നൽകാൻ ഇന്ത്യൻ അക്യുപങ്ക്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ആഗ്രഹിക്കുന്നു. തീർത്തും നിരുത്തരവാദപരമായി വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന, അശാസ്ത്രീയ ചികിത്സാ രീതികൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ ആദരിച്ചുകൊണ്ട് യാത്രയപ്പ് നൽകിക്കൊണ്ടാണ് ഇന്ത്യൻ അക്യുപങ്ക്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ആ വിഷയത്തിനെ നോക്കിക്കാണുന്നത്. അവനവൻ പിന്തുടരുന്ന ചികിത്സാ രീതിയെങ്കിലും ശാസ്ത്രീയമായി നോക്കിക്കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു അനുസ്മരണമോ ഇങ്ങനൊരു പോസ്റ്റോ ഉണ്ടാവുമായിരുന്നോ എന്നെനിക്ക് സംശയമാണ്. കാര്യം ഇത്രയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള, ഒരുപാട് ആളുകളെ അപകടത്തിലാക്കിയിട്ടുള്ള ഒരാളാണ് മോഹനൻ വൈദ്യർ എന്നിരിക്കലും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അയാൾ മരിച്ചു പോകുമ്പോൾ അയാൾ അർഹിക്കുന്ന ഒരു ആദരവ് കൊടുക്കണം എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അദ്ദേഹത്തെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് സമാന്തര ചികിത്സാ രംഗത്തുള്ള നമ്മളെല്ലാം എന്ന് പറയുന്നത് പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ച് അപകടകരമാണ് എന്നേ പറയാനുള്ളൂ. ഇത്തരം കാര്യങ്ങളെ, ഇത്തരം പ്രവണതകളെ, ഇത്തരം ക്യാമ്പയിനുകളെ ശക്തമായി പ്രതിരോധിച്ചില്ലെങ്കിൽ കേരളത്തിലെ മാതൃശിശു മരണനിരക്ക് ഇനിയും കൂടും. നമ്മൾ ഈ കുറച്ച് കൊണ്ടുവന്ന് ഈ നമ്പറുകൾ ഇരട്ട സംഖ്യയായും 3 അക്ക സംഖ്യയായിട്ട് മാറാൻ അധിക കാലമൊന്നും എടുക്കില്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ മായ്ച്ചോളാം. നമ്മളെ ചങ്ക് കുറച്ച് സ്നേഹിക്കുന്ന ഒരാളെ അയാളുടെ ജീവൻ അപകടത്തിലാകാനുള്ള എല്ലാ സാധ്യതയുമുള്ളൊരു കാര്യത്തിലേക്ക്, സാഹസികമായിട്ടുള്ളൊരു കാര്യമാണ് പ്രസവം എന്ന് പറയുന്നത്. അത്രയും പെയിൻഫുള്ളായ, അത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ള, അത്രയും ഈ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ആക്ടിവിറ്റികളിൽ ഒന്നാണത്. അതിന് ഇത്രയും നിസ്സാരമായി നോക്കിക്കാണാൻ പറ്റുക എന്ന് പറയുന്നത്, അത്തരമൊരവസ്ഥയിലേക്ക് ഒരു ബോധവും ഇല്ലാതെ സ്വന്തം പങ്കാളിയെ വിട്ടെറിഞ്ഞ് മരണമായിട്ട് മല്ലിട്ടിട്ട് തിരിച്ചു വരികയാണെങ്കിൽ വരട്ടെ, വന്നിട്ടില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ അല്ലെ അവൾ സ്വർഗത്തിൽ പൊക്കോട്ടെ എന്ന് ചിന്തിച്ച് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നത് എങ്ങനെയാണ്? റിസ്ക് എടുത്തിട്ട് ജയിച്ചവരെല്ലാം ആഹാ ഊഹ് എന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറി മറ്റേ മൈക്കൊക്കെ പിടിച്ച് നിൽക്കും, കൊച്ചിനെയും പൊക്കി പിടിച്ച് നിൽക്കും. ജയിച്ച് വരാൻ പറ്റാത്ത ആളുകൾക്ക് അവർക്കും അല്ല നഷ്ടം, അവരുടെ കുഞ്ഞുങ്ങൾക്കാണ് അമ്മയില്ലാതാവുന്നത്. മക്കളുടെ സ്വർഗം മാതാവിൻ്റെ കാലിനടിയിലെന്നോ അങ്ങനെ എവിടെയോ വായിച്ചു കേട്ടൊരു ഓർമ്മയുണ്ട്, പറഞ്ഞു കേട്ടൊരു ഓർമ്മ. പക്ഷേ ആ സ്വർഗവും ആ കാലും മണ്ണിൻ്റെ അടിയിലായി കഴിഞ്ഞാൽ പിന്നെ ആ സ്വർഗം കണ്ടെത്താൻ ഇച്ചിരി പാടാം. കുഞ്ഞിന് ഇല്ലാണ്ടാവുന്നവന് അറിയാം ഇല്ലാത്തതിൻ്റെ വേന അല്ലേ. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, തീർച്ചയായും അതിശക്തമായ നടപടി ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ അടുത്ത 5-6 മാസത്തിനുള്ളിൽ സിമിലർ വാർത്ത നമുക്ക് വീണ്ടും കാണാം. അന്ന് നമുക്കിതുപോലെ കുറേ പേരുകളും കുറേ ആളുകളും കുറേ സംഭവങ്ങളും അല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബൈ.